എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ ജനിച്ചത് അമ്പലപ്പുഴയിൽ. പ്രസിദ്ധ നാദസ്വരവിദ്വാൻമാരായിരുന്ന അമ്പലപ്പുഴ സഹോദരന്മാരുടെ കൊച്ചുമകനാണ് ഞാൻ. നാടകശാല സദ്യ പാടാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50 വർഷമായി. ആദ്യം ഞാനല്ല നേതൃത്വം കൊടുത്തത്. എൻ്റെ മുൻഗാമികൾ ശ്രീധരൻ പിള്ളച്ചേട്ടൻ അവരെല്ലാം കൂടെ ഒരുമിച്ച് പാടുമ്പോൾ ഞാനും കൂടെ പാടി ആ പാട്ട് ഞാൻ ഹൃദയസ്ഥമാക്കി. പിന്നെ എൻ്റെ നേതൃത്വത്തിലായിരുന്നു പിന്നെ പാടി തുടങ്ങിയത്. അത് 30 വർഷത്തിനായിട്ടുണ്ടാവും. പക്ഷെ ആകെ പാടിയത് 50 വർഷമാണ്. 50ാമത്തെ വർഷമാണ് ഞാൻ പാടി വഞ്ചിപ്പാട്ടാണ് പാടുന്നത്. ഈ നാടകശാല സദ്യയുടെ മഹത്വവും ഈ ക്ഷേത്രത്തെക്കുറിച്ചും ആണ് വഞ്ചിപ്പാട്ടിൽ എൻ്റെ ഇതിവൃത്തം. നാല് പാടും നിരീക്ഷിച്ച് നാടകശാലയിൽ അങ്ങ് നന്നിറ പൊരുളേ അങ്ങ് തെളിഞ്ഞു കണ്ടു എന്നാണ് ശ്രീലോങ്കൽ സ്വാമി കണ്ടതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചടങ്ങിന് ഒരു പ്രത്യേകത ഉള്ളത്, ധാരാളം ആചാരങ്ങൾ നമ്മുടെ അമ്പലത്തിലുണ്ടെങ്കിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ചടങ്ങാണിത്. ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നെയ്യ് വിളമ്പുന്നു. ആ നെയ്യ് വിളമ്പുന്ന കണ്ട് ശ്രീകോവിലിൽ ഭഗവാന്റെ ഒരു ചൈതന്യം കാണാത്ത വില്വമംഗല സ്വാമികൾ മണിക്കിണറിൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ബ്രാഹ്മണ പയ്യൻ നിന്ന് നെയ്യ് വിളമ്പുന്നു. നെയ്യ് വിളമ്പുന്ന കണ്ടപ്പോൾ വില്വമംഗല സ്വാമിക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, ഉണ്ണിക്കണ്ണൻ തന്നെ. അദ്ദേഹം ഈ ഉണ്ണിക്കണ്ണൻ്റെ പിന്നാലെ ചെന്നു. ഉണ്ണിക്കണ്ണൻ ഇത് മനസ്സിലായി, വില്വമംഗല സ്വാമികൾക്ക് എന്നെ മനസ്സിലായി എന്നുള്ളത്. ഉടൻ തന്നെ അദ്ദേഹം ഈ നെയ്യ് പാത്രം താഴെ ഇട്ടിട്ട് ഒരു ഓട്ടം ഓടി. ഇത് കണ്ട് ഉണ്ടോണ്ടിരുന്നവർ വിചാരിച്ചു, എന്തിനാ എല്ലാവരും ഈ നെയ്യ് വിളമ്പുന്ന ഇയാൾ ഓടുന്നത് എന്തിനാന്ന് വിചാരിച്ചു. അവരും ഈ ഊണ് പകുതിയാക്കിയിട്ട് അവരും കൂടെ ഓടി. ഇപ്പോൾ അത് അങ്ങനെ ഓടുന്നില്ല. ഊണ് മുഴുവൻ പാൽപ്പായസം വിളമ്പിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എണീറ്റ് നിന്ന് വഞ്ചിപ്പാട്ട്. 3 പായസമുണ്ട്. 40 കൂട്ടത്തിനത് കളിക്കറികളായിട്ടും മാമ്പഴമായിട്ടും എല്ലായിട്ടും 40 കൂട്ടം ഉണ്ടാവും. അപ്പോൾ അത് മുഴുവൻ കഴിച്ച ശേഷമേ നമ്മളിപ്പോൾ എണീറ്റിട്ട് ആർപ്പ വിളിച്ച് വഞ്ചിപ്പാട്ട് പാടി നേരെ പുത്തൻകുളത്ത് ചെന്ന് തിരിച്ച് പുത്തൻകുളത്ത് ഒരു കാലത്ത് അവിടെ വെള്ളം ഉള്ള സമയത്ത് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ആദ്യ കാലത്തൊക്കെ ഞാനൊന്ന് മുങ്ങുമായിരുന്നു. മുഴുവൻ വെള്ളമില്ലെങ്കിലും ആ ഉള്ള സ്ഥലത്ത് മുങ്ങിയിട്ട് ഇറക്കേറുമായിരുന്നു. അതിനുശേഷം അത് കാല് കഴുകലായി. പിന്നെ ഇപ്പോൾ പുത്തൻകുളം ഇല്ലാതായി. അവിടെ ചെന്ന് അവിടെ അതിനുശേഷം അവിടെ ഒരു കിണ്ടി കുറച്ച് വെള്ളം വെക്കുമായിരുന്നു. ആ വെള്ളം നമ്മൾ കയ്യിലൊഴിച്ച് കാലുമൊക്കെ കഴുകി അവിടെ നിന്ന് തിരിച്ച് ഇതുവരെ പാടിയ പാട്ടുകൾ മുഴുവൻ പാടി ഭഗവാന്റെ കിഴക്കേ നടയിൽ വന്ന് ഇത് പര്യവസാനിക്കുന്നു. അതിന് മുൻപായി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പോലീസ് അധികാരികളുടെ നിന്ന് പുകയിലയും വെറ്റയും പാക്കും കിഴിപ്പണവും വാങ്ങി. പോലീസ് അധികാരം കണ്ടു, മറ്റും ഓരോ കാഴ്ച കണ്ടു, ബന്ധം വിനാ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് പോലീസ് അധികാരികൾ. അതിനുശേഷം നേരെ ദേവസഞ്ജീവനക്കാർ, അത് അവർ രാജാവിൻ്റെ പ്രതിനിധിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. പോലീസുകാർ ഇവിടുത്തെ മന്ത്രിയുടെ ആണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഇപ്പോൾ ദേവസ്വം ബോർഡിലെ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ കിഴിപ്പണവും പെറ്റയും പാക്കും പഴക്കൊലയും എല്ലാം വാങ്ങി അവരെ നമ്മൾ പൊഴുത്തിപ്പാടും. നാട്ടുകാരും ദേവസ്വവും ഒത്തുചേർന്ന് നടത്തിയ നാടകശാലയിൽ സദ്യ കേമമായല്ലോ എന്ന് ഞങ്ങൾ പാടി അവരെ പൊഴുത്തിപ്പാടും. നമ്മൾ ഇനി കുറച്ചുകൂടെ വരികളുണ്ട്. അത് എല്ലാം പൊഴുത്തിപ്പാടിക്കഴിഞ്ഞാൽ ഈ കിഴിപ്പണം നമുക്ക് തരും. ഈ കഴിപ്പണം ഈ കൊലയും എല്ലാം കൂടെ നമ്മൾ ചേർന്ന് കിഴക്കേ നടയിൽ ചെന്ന് ഇതുവരെ പാടിയ പാട്ടുകൾ മുഴുവൻ പാടി പര്യവസാനിക്കും. താങ്ക് യു.